കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA എക്കണോമിക്സുകാരുടെ 5th സെമസ്റ്ററിലെ കോർ കോഴ്സായിട്ടുള്ള എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം, മെയിൻ ടോപ്പിക്സ് മാത്രം, അതുപോലെ മെയിൻ പോയിൻറ്റ്സ് മാത്രം നമുക്ക് പറഞ്ഞു പോകാം ഓരോ ടോപ്പിക്കിലും. ഇപ്പോൾ എക്സാംസ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്കിനി അടുത്തതിൽ 3 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് അതും കൂടി ഇതിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനമായിട്ട് പറഞ്ഞത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അപ്പോൾ അതിൽ മാർക്കറ്റ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻ്റർമീഡിയറീസ്, റെഗുലേറ്റർ, പ്ലെയേഴ്സ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഇത് ഓരോന്ന് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്, ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ മൊഡ്യൂളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ആണ്. NIM എന്ന് കൂടി അതിനെ പറയുന്നുണ്ട്. In this market that firms sell new stocks and bonds to the public for the first time. ഈ മാർക്കറ്റിലാണ് കമ്പനീസ് അവരുടെ സ്റ്റോക്സും ബോൺസും ഒക്കെ പബ്ലിക്കിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യുന്നത്. അത് ആദ്യമായിട്ടായിരിക്കും ഇത് സെയിൽ ചെയ്യുന്നുണ്ടാവുക. ദ മെക്കാനിസം ഓഫ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആൻഡ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ ആർ കം അണ്ടർ ദ സെഗ്മെൻറ്റ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. അതായത് IPO, FPO എന്ന് പറയുന്ന ഈ രണ്ട് മെക്കാനിസവും വരുന്നത് ഈ പ്രൈമറി മാർക്കറ്റിൻ്റെ അണ്ടറിലാണ്. IPO എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇഫ് ദ കമ്പനി ഈസ് സെല്ലിംഗ് ഷെയർസ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് കോൾഡ് IPO. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയാം. അതായത് ഫസ്റ്റ് ടൈം ആയിട്ട് കമ്പനി അതിൻ്റെ ഷെയർസ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് IPO എന്ന് പറയും. FPO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇഷ്യൂവൻസ് ഓഫ് അഡീഷണൽ ഷെയർസ് മെയ്ഡ് ബൈ ദ കമ്പനി ആഫ്റ്റർ ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അതിനെയാണ് FPO എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റായി ക്ലാസിഫൈ ചെയ്തു. പ്രൈമറി മാർക്കറ്റ് NIM എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു. FPOയും IPO ഒക്കെ വരുന്നത് പ്രൈമറി മാർക്കറ്റിലാണെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡറി മാർക്കറ്റ്. എ സെക്കൻഡറി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഓൾഡ് ഇഷ്യൂസ്. അതായത് പഴയ ഇഷ്യൂസ്, സെക്യൂരിറ്റീസ് ഒക്കെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റിലുള്ളത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, ദാറ്റ് ഈസ് സെക്യൂരിറ്റീസ് ഓൾറെഡി ഇഷ്യൂഡ്. അതായത് മുൻപ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ സെക്യൂരിറ്റീസിനെ സെല്ല് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി മാർക്കറ്റിൽ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഹോൾഡേഴ്സ് ആയിരിക്കും സെല്ല് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കമ്പനീസ് ആയിരിക്കും സെല്ല് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വീണ്ടും അതായത് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസിനെ വീണ്ടും സെയിൽ ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ്. ഇൻ ഇന്ത്യ വി ഹാവ് 3 prominent സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അതായത് സെക്കൻഡറി മാർക്കറ്റിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കൂടി പറയാറുണ്ട്. ആകെ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ 3 പ്രൊമിനൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് BSE എന്ന് പറയും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE എന്ന് പറയും. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, അതായത് OTCEI എന്ന് പറയും. അപ്പോൾ ഈ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഭയങ്കര ഫെമിലർ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. അതായത് ഇൻ്റർമീഡിയറീസ് ഏതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലാണ് പഠിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ആക്ട് ആസ് ദ ബ്രിഡ്ജ് ഓർ നെസസറി ലിങ്ക് ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ ക്യാപിറ്റൽ സീക്കേഴ്സ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇടനിലക്കാരായിട്ട് നിൽക്കുകയാണ്. അതായത് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ സീക്കേഴ്സിൻ്റെയും ഒക്കെ ഇടയിലൊരു ഇൻ്റർമീഡിയറേറ്റ് അല്ലെങ്കിൽ ഇടനിലക്കാരായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എന്താണ്, ഒരു കണക്റ്റിംഗ് ലിങ്കാണ്, അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ ക്യാപിറ്റൽ ഇൻ്റർമീഡിയറീസിനെ തന്നെ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമറി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസും സെക്കൻഡറി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസും. ഇതിൽ പ്രൈമറിയിലുള്ള ആൾക്കാരായിരിക്കില്ല സെക്കൻഡറി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിൽ വരുന്നത്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിൽ വരുന്നത് ആരൊക്കെയാണ്? മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, രജിസ്ട്രാർ ടു ദി ഇഷ്യൂ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, അണ്ടർ റൈറ്റേഴ്സ്, ബാങ്കർ ടു ഇഷ്യൂ. അങ്ങനെ ഈ 3 സെക്ഷനിലെ ആൾക്കാരാണ് എന്ത് വരുന്നത്, പ്രൈമറി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിൽ വരുന്നത്. സെക്കൻഡറി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിൽ വരുന്നത് സ്റ്റോക്ക് ബ്രോക്കർ, സബ് ബ്രോക്കർ, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, കസ്റ്റോഡിയൻ, കമ്മീഷൻ ഏജൻറ്റ്സ്. ഇതൊക്കെയാണ് സെക്കൻഡറി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. 5 ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത്. ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർസ്,
പ്രിഫറൻസ് ഷെയർസ്, റൈറ്റ് ഷെയർസ്, ബോണസ് ഷെയർസ്, ബ്ലൂ ചിപ്പ് ഷെയർസ്. ഇനി നമുക്കിത് ഓരോന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഞാൻ ടെക്സ്റ്റിൻ്റെ ഫോട്ടോസ് ഇതിനകത്ത് ഇടാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് വായിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള 2-3 പോയിൻറ്റ്സ് മാത്രം ഈ 5 പറഞ്ഞു പോകാം. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വായിച്ചിട്ട് അതിൽ നല്ല പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർസിനെ ഓർഡിനറി ഷെയർസ് എന്ന് കൂടി പറയാറുണ്ട്. ഇറ്റ് ഡസ് നോട്ട് എൻജോയ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. അതായത് പ്രിഫറൻഷ്യൽ റൈറ്റ്സുകൾ ഒന്നും തന്നെ ഇക്വിറ്റി ഷെയർസിന് ലഭിക്കുന്നില്ല. ജനറലി ദ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഈസ് നോട്ട് ഫിക്സ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. ഇറ്റ് മേ വാരി ഫ്രം ഇയർ ടു ഇയർ ഡിപ്പെൻഡിങ് upon the profits of the company. If the company is successful and the level of profit is high, equity shareholder enjoys very high return. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് അധികമായിരിക്കും. അതുപോലെ തന്നെ കമ്പനി നല്ല സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഷെയർ ഹോൾഡറിന് കൂടിയിട്ടാണ്. വെരി ഹൈ ആയിട്ട് അവർക്ക് റിട്ടേൺ കിട്ടും. They bear the maximum risk and therefore they have the right of control over the management of the company. ഇവർക്ക് കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി അധികാരമുണ്ട്. ഇവർ എടുക്കുന്നത് ഹൈ റിസ്ക് കൂടിയാണ്. ഇതാണ് അതിൽ പറയുന്നത്. അതിനുശേഷം പിന്നെ പറയുന്നുണ്ട് ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിമെയിൻസ് പെർമനൻ്റ്ലി വിത്ത് ദ കമ്പനി. ഇറ്റ് ഈസ് റിട്ടേൺഡ് ഓൺലി വെൻ ദ കമ്പനി ഈസ് വൗണ്ട് അപ്പ്. അതായത് ഈ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഏറ്റവും അവസാനമായിരിക്കും അവർക്കത് റിട്ടേൺ ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡർ ടേക്ക് മോർ റിസ്ക് ആസ് കമ്പയർഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനേക്കാളും കൂടുതലായിട്ടും റിസ്ക് ഏറ്റെടുക്കുന്നത് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ്. അവർക്ക് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലേക്ക് ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ ഇലക്ട് ചെയ്യാനൊക്കെ തന്നെ അധികാരം അല്ലെങ്കിൽ റൈറ്റ്സ് ഇവർക്കുണ്ട്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് സർപ്ലസ് ഫണ്ട്സ്. അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്നത് കമ്പനിയുടെ അവൈലബിലിറ്റി ഓഫ് സർപ്ലസ് ഫണ്ടാണ്. അതായത് അവിടെ എത്ര ഫണ്ടുകൾ ലഭിക്കുന്നോ അല്ലെങ്കിൽ എത്ര അവർക്ക് അവരുടെ കമ്പനി എത്ര പ്രോഫിറ്റബിൾ ആണ് അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അഡ്വാൻറ്റേജും പറയുന്നുണ്ട്. അതായത് ഇക്വിറ്റി ഷെയർസ് ഡു നോട്ട് ക്രിയേറ്റ് എനി ഒബ്ലിഗേഷൻ ടു പേ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അതുപോലെ ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി ചാർജ് ഓവർ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. അങ്ങനെ കുറച്ച് നല്ല അഡ്വാൻറ്റേജസും ഇക്വിറ്റി ഷെയർസിന് പറയുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ കമ്പനി ഹാസ് ടു റീപേ ഇറ്റ് എക്സെപ്റ്റ് അണ്ടർ ദ ലിക്വിഡേഷൻ. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട്. ഇഫ് ഓൺലി ഇക്വിറ്റി ഷെയർസ് ആർ ഇഷ്യൂഡ് ദ കമ്പനി കനോട്ട് ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇക്വിറ്റി ട്രേഡിങ്. അതുപോലെ ആസ് ഇക്വിറ്റി ക്യാപിറ്റൽ കനോട്ട് ബി റിഡീംഡ് ദർ ഈസ് എ ഡേഞ്ചർ ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇക്വിറ്റി ഷെയർസ് നോക്കുക. അപ്പോൾ കുറച്ച് ഓർഡിനറി ഷെയർസ്, കോമൺ ഷെയർസ് എന്നൊക്കെ അതിനെ പറയാറുണ്ട്. പിന്നീട് ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നോക്കുക. 1-2 അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഫീച്ചേഴ്സും ഒക്കെ പഠിച്ച് വെക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി എക്സാമിന് ഉപകാരപ്പെടും. അടുത്തത് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് ദാറ്റ് ഹാവ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് ദ കമ്പനി ആൻഡ് ഫോർ ദി റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് മുൻഗണനയാണ്. അതായത് മുൻഗണന കിട്ടുകയാണ്. അതായത് പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പനിയുടെ അവസാനം വരെ ആ ഡിവിഡൻഡ് കിട്ടാനും അതുപോലെ ഈ ക്യാപിറ്റൽ എല്ലാതും തിരിച്ചു കൊടുക്കാം, വൈൻഡിങ് അപ്പ് ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കാനൊക്കെ പ്രിഫറൻസ് കിട്ടുക. അപ്പോൾ ഇതിനെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വിറ്റി ഷെയർസിനേക്കാളും കൂടുതലായിട്ട് റൈറ്റ് ഉള്ളത് പ്രിഫറൻസ് ഷെയർസിന് ആണ്. പ്രിഫറൻസ് ഷെയർസ് ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് that is paid to shareholders before equity stock dividends are paid out എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് നമ്മൾ പഠിച്ചു, പ്രിഫറൻസ് ഷെയർസും പഠിച്ചു. ഇനി ഇത് നമ്മളിലുള്ളൊരു കമ്പാരിസൺ ഉണ്ട്. അപ്പോൾ ആ കമ്പാരിസണിൽ കുറച്ചുകൂടി നമുക്കിത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ ഇതിലൊരു ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷനൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിനെ കമ്പയർ ചെയ്യുന്നത്. ആദ്യത്തേത് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർസിൽ പെയ്ഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ്. അതായത് ഒരു ഫിക്സഡ് റേറ്റ് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് ഉണ്ടാവും. അതായത് അവർക്ക് ആ ഒരു റേറ്റിനനുസരിച്ചിട്ടായിരിക്കും ആ ഹോൾഡറിന്, അതായത് പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ടാവുക. ബട്ട് ഇക്വിറ്റി ഷെയർസിന് മേ വാരി ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഫിറ്റ്സ്. അതായത് പ്രോഫിറ്റ് എത്ര കിട്ടുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടാവുക. അടുത്തത് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർസിൽ ഗെറ്റ് അക്യുമുലേറ്റഡ് ഫോർ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എല്ലാം തന്നെ അക്യുമുലേറ്റ് ചെയ്യും. പക്ഷേ ഇക്വിറ്റി ഷെയർസിൽ ഈ അക്യുമുലേഷൻ ഉണ്ടാവുന്നില്ല.
പ്രിഫറൻഷ്യൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിൽ ബിഫോർ ഇക്വിറ്റി ഷെയർസ്, അതായത് ഇക്വിറ്റി ഷെയർസിന് മുമ്പാണ് ഇവർക്ക് പ്രിഫറൻസ്, അതായത് ഇവർക്ക് എല്ലാത്തിനേക്കാളും മുൻഗണനയാണ്, ഇക്വിറ്റി ഷെയർസിനേക്കാളും മുൻഗണനയാണ് പ്രിഫറൻസ് ഷെയർസ് എന്നാണ് പറയുന്നത്. അതുപോലെ അതായത് പ്രിഫറൻസ് ഷെയർസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ്, അതുകൊണ്ടാണ് അതിൽ ആഫ്റ്റർ എന്ന് കൊടുത്തിരിക്കുന്നത്. വൈൻഡിങ് അപ്പ്, ഹാവ് എ റൈറ്റ് ടു റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ബിഫോർ ഇക്വിറ്റി ഷെയർസ്, ദിസ് മീൻസ് ദേ ആർ സേഫർ. അതായത് ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യണം, അതായത് നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എല്ലാ ഷെയർസും ഫസ്റ്റ് കൊടുക്കേണ്ടത് പ്രിഫറൻസ് ഷെയർസിനാണ്. അതായത് അവരുടെ ക്യാപിറ്റൽ കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കേണ്ടത് പ്രിഫറൻസ് ഷെയർസിനാണ്. അതുകൊണ്ടാണ് അവർ ദേ ആർ സേഫർ, ദാറ്റ് മീൻസ് ദേ ആർ സേഫർ. അതുപോലെ ഇക്വിറ്റി ഷെയർസിന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി പെയ്ഡ് വെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈസ് പെയ്ഡ് ഫുള്ളി. അതായത് പ്രിഫറൻസ് ഷെയർസ് എല്ലാം മുഴുവനായിട്ട് അതായത് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർസിന് അവരുടെ ഷെയർസ് കാര്യങ്ങൾ ക്യാപിറ്റലൊക്കെ തന്നെ കൊടുക്കുകയുള്ളൂ. വോട്ടിംഗ് റൈറ്റ്സ്, പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, പക്ഷേ ഇക്വിറ്റി ഷെയർസിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ്, പ്രിഫറൻസ് ഷെയർസിന് ഹാവ് നോ റൈറ്റ്, ഇക്വിറ്റി ഷെയർസിന് ഹാവ് റൈറ്റ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ നന്നായിട്ട് ആലോചിച്ച് വെക്കുക. അപ്പോൾ നമുക്കിപ്പോൾ പ്രിഫറൻസ് ഷെയർസോ ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചിട്ടൊക്കെ 3 മാർക്ക് ക്വസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്സ് ഒക്കെ തന്നെ എഴുതി കഴിഞ്ഞാലും ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. റൈറ്റ് ഷെയർസാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു കമ്പനിക്ക് കൂടുതലായിട്ട് ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവർക്ക് കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ പബ്ലിക്കിലേക്ക് പോവാതെ വീണ്ടും പബ്ലിക്കിൽ നിന്ന് പോയിട്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യാതെ തൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ അവർ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഷെയർസ് കൊടുക്കുന്നുണ്ട്. അതായത് 4/1 ഓഹരി വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ഒരു പ്രത്യേക റേഷ്യോയിൽ ഒരു ഡിസ്കൗണ്ടൊക്കെ വരുത്തിയിട്ട് അവർ ഈ ഷെയർസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ഓൾ ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി വിച്ച് ക്യാൻ ബൗട്ട് അറ്റ് എ ഗിവൺ പ്രൈസ്, അതായത് യൂഷ്വലി അറ്റ് എ ഡിസ്കൗണ്ട് ടു ദി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഫോർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം, അതിനെയാണ് എന്ത് പറയുന്നത്, റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ബോണസ് ഷെയർസ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബോണസ് ഷെയർസ് മീൻ ന്യൂ ഷെയർസ് ഗിവൺ ഫ്രീ ഓഫ് കോസ്റ്റ് ടു ഓൾ ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ഹോൾഡിങ്സ്. അതായത് ബോണസ് ഷെയർസ് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റിന് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതായത് പ്രൊപ്പോർഷൻ ടു ദെയർ ഹോൾഡിങ്സ്, അതായത് അവർ എത്രത്തോളം ഷെയർസ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ബോണസ് കൊടുക്കുന്നത്. അതായത് 5 ഷെയർ ഉള്ള ഒരാൾക്ക് ഒരു ഷെയർ ബോണസ് ആയിട്ട് കൊടുക്കുക ഫ്രീ ഓഫ് കോസ്റ്റിന്. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ബോണസ് ഷെയർസും ഒന്ന് നോക്കി വെക്കുക, മേ ബി ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിലാണ് എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു പോകുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്താണ് ഡിബഞ്ചർ അല്ലെങ്കിൽ എന്താണ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് മേ ബി 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് വരാം. ഓക്കെ, അപ്പോൾ ബോണ്ട്സ് ആർ ദ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ജനറലി ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ് ഏജൻസി ഫോർ റൈസിങ് അഡീഷണൽ ഫണ്ട്സ് ഫ്രം ദി പബ്ലിക്കിൽ നിന്ന് അഡീഷണൽ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് പറയുന്നത്, ബോണ്ട് എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്, ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ പ്രൈവറ്റ് കമ്പനീസ് ഫോർ റേസിംഗ് ക്യാപിറ്റൽ ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ്. അതായത് ബോണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഏജൻസീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ഡിബഞ്ചർ എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ബോണ്ട്സ് ആർ ജനറലി സെക്യൂർഡ് ബൈ കൊളാറ്ററൽ, ദാറ്റ് ഈസ് ബോണ്ട് ആർ ബാക്ക്ഡ് ബൈ ദ അസറ്റ് ഓഫ് ദ ഇഷ്യൂവർ. അതായത് ബോണ്ട്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഏജൻസീസ് ഇഷ്യൂ ചെയ്യുന്നതായതുകൊണ്ടുകൂടി അത് ജനറലി സെക്യൂർഡ് ആണ് ബൈ കൊളാറ്ററൽ. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ആർ നോട്ട് സെക്യൂർഡ് ബൈ എനി ഓഫ് ദ ഫിസിക്കൽ അസറ്റ്സ് ഓർ കൊളാറ്ററൽ. അടുത്തത്, ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബോണ്ട് ഈസ് ജനറലി ലോവർ ദാൻ ഡിബഞ്ചേഴ്സ്. ദ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിപ്പിസിറ്റ്സ് ദ ലോ റിസ്ക് ഫാക്ടർ. അതായത് ബോണ്ടിനെ സംബന്ധിച്ച് ഡിബഞ്ചറിനേക്കാളും ലോവർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉള്ളത്. സോ ദ ലോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലോ റിസ്ക് ആണ് ആവുകയുള്ളൂ. പക്ഷേ ഡിബഞ്ചേഴ്സിനെ സംബന്ധിച്ച് ഡിബഞ്ചേഴ്സ് ഗീവ് യു എ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ബട്ട് ദേ ആർ അൺസെക്യൂർഡ് ഇൻ നേച്ചർ, ഹെൻസ് ദ റിസ്ക് ഫാക്ടർ ഈസ് മോർ ഹിയർ.
അതായത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഡിബഞ്ചേഴ്സ് കൊടുക്കും. അതായത് ബോൺസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡിബഞ്ചേഴ്സിനേക്കാളും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ബോൺസ് കൊടുക്കുക. പക്ഷേ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും. പക്ഷേ അത് വളരെയധികം റിസ്ക് ഉണ്ട്, കാരണം അത്രയും അത് സെക്യൂർഡ് അല്ലാത്തത് കൊണ്ട്. അടുത്തത് ബോൺസ് ആർ ലെസ് റിസ്കി കമ്പാരിറ്റീവ്ലി. അപ്പോൾ ബോൺസ് റിസ്കി അല്ല, പക്ഷേ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഉള്ളതാണ്. ബോൺസ്, ദ ഓണേഴ്സ് ഓഫ് ദ ബോൺസ് ആർ കോൾഡ് ബോണ്ട് ഹോൾഡേഴ്സ്. ബോണ്ടിൻ്റെ ഉടമസ്ഥരൊക്കെ ബോണ്ട് ഹോൾഡർ എന്നാണ്. അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡർ എന്നാണ് അറിയപ്പെടുന്നത്. ബോൺസ് ഗീവ് യു ലോ ഇൻട്രസ്റ്റ് എസ് റിട്ടേൺ, അതായത് ലോ ഇൻട്രസ്റ്റ് ആണ് കിട്ടുകയുള്ളൂ. ഡിബഞ്ചേഴ്സിനെ സംബന്ധിച്ച് ഡിബഞ്ചേഴ്സ് ഗീവ് യു ഹൈ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് റീപേയ്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ, അതായത് ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ബോണ്ട് ഹോൾഡേഴ്സിന് ഇതൊക്കെ തിരികെ നൽകുക എന്നുള്ളതാണ്. ഡിബഞ്ചേഴ്സിൽ സെക്കൻഡ് പ്രയോറിറ്റി ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ഓൾ ടൈം ഓഫ് ലിക്വിഡേഷൻ, അതായത് ഡിബഞ്ചറിനെ സംബന്ധിച്ച് ഈ ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് സെക്കൻഡ് പ്രയോറിറ്റി ആണ് ഈ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കൊക്കെ ചോദിക്കാവുന്ന അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, യൂറോ ഇഷ്യൂസ്, സെബീനെ കുറിച്ചിട്ട്, പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ്. അത് അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയാം. അപ്പോൾ സെബീനെയൊക്കെ സംബന്ധിച്ച് 10 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നന്നായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം.